നമസ്കാരം. 6 വയസ്സുകാരിയായ അദിതി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാം അമ്മയുമായ റംല ബീഗം എന്ന ദേവിക അന്തർജനത്തിനും ജീവപര്യന്തം തടവ്. 2 ലക്ഷം രൂപ വീതം ഇരുവരും കെട്ടിവെക്കണം. ഇല്ലാത്തപക്ഷം 6 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. ഈ കേസിൽ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വിധിച്ചത് തെളിവുകളെല്ലാം അപഗ്രഥിച്ചാണ്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളുകയാണ് ഹൈക്കോടതി. ഇന്ന് ഹൈക്കോടതിയിൽ 2 പ്രതികളും ഹാജരായിരുന്നു. അവരെ കൂടെ കേട്ട ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത്. അപൂർവങ്ങളിൽ അത്യപൂർവമാണ് കേസെന്നും 2 പ്രതികൾക്കും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്നാൽ ക്രൂരമായ കൊലയാണ് കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ നടത്തിയതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിചാരണ കോടതിയിൽ തെളിഞ്ഞ വകുപ്പുകളിലെ ശിക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു. എന്നാൽ കൊലക്കുറ്റമായി ഇതിനെ കാണണമെന്ന നിലപാടെടുത്താണ് ശിക്ഷാവിധി. ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അതിനിർണായകമാണ്. വിചാരണ കോടതി പ്രതികളെ യഥാക്രമം 3ഉം 2ഉം വർഷം കഠിന തടവിനായിരുന്നു ശിക്ഷിച്ചത്. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതോടെ പ്രതികളുടെ ശിക്ഷ കുറഞ്ഞത് ജീവപര്യന്തമായി മാറി. വിചാരണ കോടതിയുടെ ശിക്ഷയിൽ നിന്ന് ഉയർന്ന ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്യപൂർവമാണ്. പ്രോസിക്യൂഷനായി ടി വി നീമ ഹാജരായി. പാലക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് താനെന്നും അപസ്മാര രോഗിയാണെന്നും കോടതിയെ ഒന്നാം പ്രതി അറിയിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു രണ്ടാം പ്രതിയുടെ നിലപാട്. ഈ 2 വാദവും കേട്ട ശേഷമാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുകയാണ് ഹൈക്കോടതി. 2013 ഏപ്രിൽ 29 മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത പുറത്തു വന്നത്. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വൻ വീഴ്ചയാണ് കേസിനെ കൂടുതൽ ദുർബലമാക്കിയത്. ഹൈക്കോടതിയിലെത്തിയപ്പോൾ കഥ മാറി. എല്ലാം കോടതിക്ക് മുന്നിലെത്തി. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ BEM UP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അദിതി എസ് നമ്പൂതിരി മർദ്ദനമേറ്റ് മരിക്കുകയായിരുന്നു. അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളലേൽപ്പിച്ചും കൊന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. വിധി വരും മുമ്പ് പ്രതികൾ പല സമയങ്ങളിലായി 11 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ശിക്ഷിക്കപ്പെട്ട വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ടെന്ന് വിചാരണ കോടതി വിധി വന്നപ്പോൾ തന്നെ വിലയിരുത്തലെത്തിയിരുന്നു. മർദ്ദനമാണ് മരണത്തിന് കാരണമായതെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി നിരീക്ഷിച്ചിരുന്നു. അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ആഴ്ചകളോളം നീണ്ട ശാരീരിക പീഡനത്തിനൊടുവിൽ 2013 ഏപ്രിൽ 29 ബിലാത്തിക്കുളം BEM UP സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അദിതി മരണത്തിന് കീഴടങ്ങിയത്. ഇന്നലെ ഹൈക്കോടതി പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ദേവിക അന്തർജനം എന്നിവർക്ക് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടക്കാവ് പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. രാമനാട്ടുകര വെച്ച് KSRTC ബസ്സിൽ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു അറസ്റ്റ്. ഹൈക്കോടതി തീരുമാനം അറിഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു അറസ്റ്റ്. പെൺകുട്ടിയുടെ 10 വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷിമൊഴിയാണ് നിർണായകമായത്. ഇത് പരിഗണിക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് മതിയായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. കുട്ടിയെ വധിക്കണമെന്ന ലക്ഷ്യം പ്രതികൾക്കില്ലായിരുന്നുവെന്നും അച്ചടക്കത്തിനായി പരിക്കേൽപ്പിക്കുക മാത്രമായിരുന്നു ഉണ്ടായതെന്നുമുള്ള വിചാരണ കോടതിയുടെ വിലയിരുത്തൽ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. മെഡിക്കൽ തെളിവുകൾ വിചാരണ കോടതി കണക്കിലെടുത്തില്ല. പ്രതിഭാഗത്തിന്റെ വാദത്തിനാണ് വിചാരണ കോടതി മുൻതൂക്കം നൽകിയത്. പ്രതികൾക്ക് പൊതുവായ ലക്ഷ്യമുണ്ടായിരുന്നു. തെളിവുകൾ വിലയിരുത്തിയതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ആയുധം ഉപയോഗിച്ചും അല്ലാതെയും പരിക്കേൽപ്പിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കണ്ടെത്തിയത്. ബാലനീതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റവും ചുമത്തി. ഇതിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വിചാരണ കോടതി കുറയ്ക്കുകയായിരുന്നു. വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിവെച്ചാൽ നീതിയുടെ നിഷേധമാകുമെന്നും ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കുട്ടിയുടെ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. ചുഴലി കാരണമാണ് കുട്ടി മരിച്ചതെന്ന പ്രതികളുടെ വാദവും കോടതി തള്ളിയിരുന്നു. താമരക്കുളം ലക്ഷ്മി നിവാസിൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് 3 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും റംല ബീഗത്തിന് 2 വർഷം കഠിന തടവുമാണ് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി 2016 നവംബർ 3 ശിക്ഷ വിധിച്ചത്. 1ാം പ്രതിക്ക് ആദ്യ ഭാര്യയിൽ ജനിച്ച അദിതി 2013 ഏപ്രിൽ 29 മരിച്ചത്. സഹോദരൻ അരുണിനെയും പ്രതികൾ മർദ്ദിച്ചിരുന്നു.